നമസ്കാരം. ഏത് കാലത്തിലാണ് നമ്മുടെ സർക്കാർ ജീവിക്കുന്നത് എന്നെങ്കിലും അവരിടയ്ക്കൊന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. സെയിൽ കമന്ററി ആരംഭിക്കുന്നു. ഇക്കഴിഞ്ഞ യുദ്ധത്തിലും ഇനി നടക്കാൻ പോകുന്ന യുദ്ധങ്ങളിലും ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്നത് ഓരോ രാജ്യത്തിന്റെയും ശാസ്ത്രമാണ്. എത്രത്തോളം നമ്മൾ മുന്നേറി എന്നുള്ള ഒരു പരീക്ഷണം കൂടിയാണ് ഓരോ യുദ്ധവും. അങ്ങനെ നമ്മൾ ലോകത്തോട് മത്സരിക്കുകയാണ്. ലോകരാഷ്ട്രങ്ങളിലെ ഏറ്റവും മികച്ച യുദ്ധ ഉപകരണങ്ങളാണ് ആര് പരസ്പരം ഏറ്റുമുട്ടിയാലും ഉപയോഗിക്കപ്പെടുന്നത്. അങ്ങനെ ശാസ്ത്രത്തിന്റെ ഉരകല്ലായി മാറുന്ന ഒരു സമയത്ത് ഞാനൊരു പരസ്യം കണ്ടു. കേരള സർക്കാരിന്റെ മെയ് 8 ഇംഗ്ലീഷ് പത്രത്തിലാണ് വന്നത്. ദേശീയ മാധ്യമത്തിൽ വന്ന പരസ്യമാണ്. അപ്പോ ഈ പത്രം ഇന്ത്യയിൽ പലയിടത്തും പോകുമ്പോൾ മലയാളത്തിൽ അച്ചടിച്ചത് കാരണം അവർക്ക് എന്താണെന്നത് മനസ്സിലാവുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ അവര് ഈ സർക്കാരിനെ നിശിതമായി വിമർശിച്ചേനെ. 9 വർഷം 4 ലക്ഷം പട്ടയങ്ങൾ. ഇതാണ് പട്ടയമേളയാണ്. കേരള സർക്കാരിന്റെ ഏറ്റവും ഒടുവിലത്തെ പാലക്കാട് കോട്ട മൈതാനിയിൽ നടക്കുന്ന ഒരു പട്ടയമേളയാണ്. ഞാൻ പത്രം വായിച്ചു തുടങ്ങുന്ന എന്റെ ഒരു ഓർമ്മ അടിയന്തരാവസ്ഥ കാലമാണ്. അടിയന്തരാവസ്ഥ കാലം വന്നപ്പോൾ പത്രത്തിലൊക്കെ ഒരുപാട് ആഘോഷമായി. ഇന്നയാളെ അറസ്റ്റ് ചെയ്യുന്നു, ഇന്നയാളെ ജയിലിലാക്കുന്നു എന്നൊക്കെയുള്ള വാർത്ത വന്നപ്പോൾ വായിക്കാൻ തോന്നി. 1975 കാര്യമാണ് പറയുന്നത്. അന്ന് മുതലാണ് ഈ പത്രം വായിച്ചു തുടങ്ങുന്നത്. ഏതാണ്ട് ആ കാലത്ത് തന്നെ കേരളത്തിൽ ഈ പട്ടയ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. EMS മന്ത്രിസഭയുടെ കാലത്ത് തന്നെ ആരംഭിച്ചിട്ടുണ്ടാവും. 2025 അതിനൊരു അവസാനവും കാണുന്നില്ല. 9 വർഷം 4 ലക്ഷം പട്ടയങ്ങൾ ഈ സർക്കാർ നൽകിയെന്നാണ് പറയുന്നത്. അപ്പൊ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത് പാവപ്പെട്ട ജനങ്ങൾക്ക് പട്ടയം കൊടുക്കലാണ്. അല്ലാതെ അവർക്ക് ശാസ്ത്രവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇങ്ങനെ ഈ പറയുന്ന 50 കൊല്ലം അല്ലെങ്കിൽ 75 കൊല്ലം പിന്നിൽ നിൽക്കുന്ന ഒരു കലാപരിപാടി. വാസ്തവത്തിൽ ഈ ദാരിദ്ര്യം ഈ സമൂഹത്തിൽ നിലനിർത്തണം എന്നുള്ളതാണ് സർക്കാരുകളുടെ അജണ്ട. എങ്കിൽ ഈ പാവപ്പെട്ടവരുണ്ടായിരുന്നാൽ മാത്രമല്ലേ വോട്ട് ബാങ്കുകൾ സൃഷ്ടിക്കാൻ പറ്റുള്ളൂ. ഈ പട്ടയത്തിന് വേണ്ടി പാവങ്ങൾ ഇങ്ങനെ കയറി ഇറങ്ങി കൌൺസിലർ മുതൽ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, MLA, MP തുടങ്ങിയ സകല ദിവ്യന്മാരുടെ മുമ്പിൽ പോയി താണു വണങ്ങി നിന്നൊടുവിലാണ് ഈ പട്ടയം കിട്ടുന്നത്. ഇപ്പൊ പട്ടയം കൊടുക്കുന്നവരോ രാജാക്കന്മാരെ പോലെയാണ്. ഞങ്ങളെന്തോ വലിയ ഔദാര്യം ഞങ്ങൾ നൽകുന്നു എന്നുള്ളതാണ് അവരുടെ ഭാവം. വാസ്തവത്തിൽ ഒരു പുരോഗമന സ്വഭാവമുള്ള സർക്കാർ ചെയ്യേണ്ടത് ഓരോ ജനതയ്ക്കും വരുമാനം ഉണ്ടാകുന്ന ഒരു തൊഴിൽ നൽകുക എന്നുള്ളതാണ്. അവിടെ ദയനീയമായി പരാജയപ്പെടുന്നത് കൊണ്ടാണ് ഈ പട്ടയമേളകൾ കൊട്ടിഘോഷിക്കപ്പെടുന്നത്. അതേസമയത്ത് ലോകം എങ്ങനെ പോകുന്നു? ഇവിടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പോർട്ടുകളിൽ ഒന്നായി മാറാവുന്ന ഒരു പോർട്ട് വരുമ്പോൾ ആ കടൽ മേഖല, കപ്പൽ മേഖലയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ള ഒരു കഥ പറയാനാണ് ഈ പശ്ചാത്തലമൊരുക്കിയത്. കഴിഞ്ഞ 1.5 വർഷമായി നമ്മൾ പറയുന്ന വിഷയത്തിൽ ഓരോ രാജ്യങ്ങൾ അതിവേഗത്തിൽ തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുകയാണ്. ദ വേൾഡ്സ് ഫസ്റ്റ് ലാർജ് സ്കെയിൽ മെത്തനോൾ ഫെസിലിറ്റി വാസ് ഇനോഗ്രേറ്റഡ് യെസ്റ്റർഡേ ഇൻ ഖസോ, ഡെൻമാർക്ക്. ഒരു സെലിംഗമരുടെ പ്രേക്ഷകനാണ് അയച്ചു തന്നത്. ഇടതുപക്ഷ അനുഭാവിയാണ് അയച്ചു തന്നത്. ഡെൻമാർക്കിൽ നമ്മുടെ ഇവിടുന്ന് പോയിട്ടുള്ള, നമ്മുടെ മുമ്പിൽ കൂടെ പോയ ലോറ മോസ്ക് ആണ് കഥാപാത്രം. വേൾഡ്സ് ഫസ്റ്റ് ലാർജ് സ്കെയിൽ മെത്തനോൾ. ചൈനയിലൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ ഇവരാണ് ആദ്യമെന്ന് അവകാശപ്പെടുന്നത്. ദ വേൾഡ്സ് ഫസ്റ്റ് ലാർജ് സ്കെയിൽ മെത്തനോൾ ഫെസിലിറ്റി വാസ് ഇനോഗ്രേറ്റഡ് യെസ്റ്റർഡേ ഇൻ ഖസോ, ഡെൻമാർക്ക്. ആൻഡ് ലോറ മോസ്ക്, ദ വേൾഡ്സ് ഫസ്റ്റ് കണ്ടെയ്നർ വെസൽ capable of operating on methanol received the first fuel from the new facility. അവര് കപ്പൽ നിർമ്മിക്കുക മാത്രമല്ല, കപ്പലിന് ആവശ്യമായിട്ടുള്ള, ഡെൻമാർക്ക് അറിയാമല്ലോ മേസ്കിന്റെ ആസ്ഥാനമാണ്. അവിടെ കെസോ എന്ന് പറയുന്ന കമ്പനി മെത്തനോൾ ഉൽപ്പാദിപ്പിച്ച് ലോറ മോസ്ക് എന്ന് പറയുന്ന കപ്പലിന് നൽകി കഴിഞ്ഞു. അവരുടെ വാർഷിക ഉൽപാദനം ഏകദേശം 42,000 ടണ്ണാണ്. 42,000 ടണ്ണാണ് അവരുടെ ഉൽപാദനം. ഡെവലപ്ഡ് ബൈ അവർ പാർട്ട്ണർ യൂറോപ്യൻ എനർജി ആൻഡ് മിറ്റ്സുയി ആൻഡ് കമ്പനി നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ജപ്പാനിലെ കമ്പനിയാണ്. മിറ്റ്സുയി ആൻഡ് കമ്പനി ലിമിറ്റഡ്
The plant will have an annual production capacity of 42,000 tons. അപ്പോ ഈ മെത്തനോൾ എന്ന് പറയുന്നത് ഒന്നാം തരം ഗ്രീൻ മെത്തനോൾ എന്നാണ് പറയുന്നത്. അപ്പോ ഇത് ഡെൻമാർക്കിന് ഉൽപ്പാദിപ്പിക്കാമെങ്കിൽ എന്തുകൊണ്ടാണ് കേരളത്തിന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്തത്? കുറഞ്ഞപക്ഷം ഇന്ത്യയിലെ 2 പൊതുമേഖലാ പോർട്ടെങ്കിലും, കഡ്ല പോർട്ടും ഇങ്ങ് തൂത്തുക്കുടി പോർട്ടും അത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളും ധാരണകളും എങ്കിലും ആയിട്ടുണ്ട്. കേരളം എവിടെയാണ്? ചിത്രത്തിലില്ല. ഏറ്റവും വലിയ പോർട്ട് വരുമ്പോൾ പോർട്ട് അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് താല്പര്യം കാണിക്കണ്ടേ സർക്കാർ? സർക്കാർ ഇപ്പോഴും പട്ടയമേളയിലാണ്. അവിടെ നിന്ന് ഡെൻമാർക്കിലെ ഓർഹെസ് എന്ന് പറയുന്ന പോർട്ടിൽ നിന്ന് മെത്തനോൾ ഫ്യൂവൽ അടിച്ച കപ്പൽ ജർമ്മനിയിലെ ബ്രമർഹെവൻ പോർട്ടിലോട്ട് യാത്ര നടത്തുകയാണ്, സെയിലിംഗ് നടത്തുകയാണ്. ഏകദേശം 500 നോട്ടിക്കൽ മൈൽ ദൂരമുള്ള അവിടുത്തെ ഒരു ഫീഡർ വെസലായിട്ടാണ് ലോറ മോസ്ക്. അവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു യൂറോപ്പിലെ സ്കാൻഡിനേവിയൻ നേഷൻസിനെയൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു ഫീഡർ വെസലായിരിക്കും ലോറ മോസ്ക്. അപ്പോ അതുകൊണ്ട് തന്നെ അവരവിടെ ഫ്യൂവൽ ഉൽപ്പാദിപ്പിച്ചു, അത്തരം കപ്പലുകൾക്ക് നൽകാൻ ഫ്യൂവൽ ഉൽപ്പാദിപ്പിച്ചു. അതിന്റെ ഉദ്ഘാടനവും അവർ നടത്തി. നമുക്ക് പട്ടയമേളകളുമായി മുന്നോട്ട് പോകാം. തുറമുഖത്തിന്റെ പിതൃത്വവും മാതൃത്വവും ഒക്കെ അവകാശപ്പെടുന്നവർ ഇതുപോലെയായിരുന്നു നിലപാട്. തുറമുഖത്തിന് വേണ്ടി സംസാരിക്കുന്ന കാലത്ത് പുറങ്കാലുകൊണ്ട് തട്ടി എറിഞ്ഞവരാണ് ഇപ്പോൾ പിതൃത്വം ആവശ്യപ്പെടുന്നത്. ഇവിടെ മെത്തനോൾ എന്ന് പറയുന്ന വിഷയത്തിൽ ജനങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ടു. ഒരു രാഷ്ട്രീയ നേതാവോ ഒരു മന്ത്രിയോ ഒരു MLA എന്തിന് ഒരു കൗൺസിലർ പോലും ഇന്നുവരെ ഈ ഒരു വിഷയം തിരിഞ്ഞു നോക്കിയിട്ടില്ല. വരുമായിരിക്കും, പിതൃത്വവും മാതൃത്വവും എല്ലാം ആവശ്യപ്പെട്ടുകൊണ്ട് ഇനിയും വരുമായിരിക്കും. ഇവിടെ കൊല്ലത്ത് തുറമുഖത്തിനും ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയ കൊല്ലത്തെ ഒരു നിത്യപ്രഭാ നഗർ എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ ഉണ്ട്. അവിടുത്തെ കുട്ടികൾ മെത്തനോൾ എന്താണ് അവരുടെ വാചകം എന്നറിയാമോ? വിമാക് ലോകത്തിനൊപ്പം. കൊല്ലം ഉളിയാക്കോവിൽ നിത്യപ്രഭാ നഗറും ഒപ്പമുണ്ട്. മെത്തനോൾ ലോകത്തിന്റെ പുതിയ ഇന്ധനം, ഇന്ത്യക്കും പുതിയ ഇന്ധനം നൽകാൻ കഴിയും. വിഴിഞ്ഞത്ത് വരുന്ന കപ്പലുകൾക്ക് നൽകി തുടങ്ങാം. പ്ലാസ്റ്റിക് അഗ്രോ വേസ്റ്റുകൾ മെത്തനോൾ ആക്കി മാറ്റൂ, പരിസ്ഥിതിയെ സംരക്ഷിക്കൂ. ഇതെല്ലാം എഴുതി വെച്ച ബോർഡുകൾ പിടിച്ചുകൊണ്ട്, പ്ലക്കാർഡുകൾ പിടിച്ചുകൊണ്ട് കൊല്ലത്തെ കുട്ടികൾ അവരവരുടെ സ്കൂളുകളിൽ ഇതുമായി ചെന്നു. ചിലർ ആ സ്കൂളുകളുടെ നോട്ടീസ് ബോർഡിൽ അത് വെച്ചു, ചിലർ അസംബ്ലിയിൽ സംസാരിച്ചു, ചിലർ ക്ലാസ് മുറികളിൽ സംസാരിച്ചു. മുഖ്യമന്ത്രി പോലും ഈ വിഷയം ഇവിടെ അറിഞ്ഞിട്ടില്ല എന്ന് ഓർക്കണം. അപ്പോഴാണ് കൊല്ലത്തെ കുട്ടികൾ ഇത്രയും ധീരതയോടെ, എവിടുന്നൊക്കെയാണ്? സിറ്റി സെൻട്രൽ സ്കൂൾ, അവിടുത്തെ അവന്തിക, അഭിനവ്, അഭിനന്ദ്, അഭിദേവ്. സെന്റ് മേരീസ് ഹൈസ്കൂൾ, സൗരവ്, ആദവൻ, മാധവ്, അനാമിക. ലിറ്റിൽ ഫ്ലവർ സ്കൂൾ, ദിയ, ദയ. SNDP UPS, ആവണി, നവനീത്. SN Trust സെൻട്രൽ സ്കൂൾ, മീനാക്ഷി, നിവേദ്യ, കാശിനാഥ്. സെയിന്റ് അലോഷ്യസ് ഹൈസ്കൂൾ, സൂര്യ. ഗവൺമെന്റ് HS, ധനുഷ്. ഗവൺമെന്റ് HS, കോയിക്കൽ, അനന്തുകൃഷ്ണൻ തുടങ്ങി 18 കുട്ടികളാണ് അവരവരുടെ സ്കൂളുകളിൽ ഈ പ്ലക്കാർഡുമേന്തി. അവർക്ക് പിന്തുണ നൽകിയത് ശ്രീ മോഹൻകുമാറാണ്, വിഴിഞ്ഞത്തിന്റെ ഏറ്റവും വലിയ ഊർജം. മോഹൻകുമാറിന്റെ നേതൃത്വത്തിലാണ് കൊല്ലത്ത് ഈ പ്രവർത്തനം നടത്തുന്നത്. തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു പ്രവർത്തനം നടന്നിട്ടില്ല എന്നും അറിയണം. ഒരൊറ്റ രാഷ്ട്രീയ നേതാവോ ഒരൊറ്റ രാഷ്ട്രീയ പ്രവർത്തകനോ ഈ വിഷയം ഇതുവരെ തൊട്ടു നോക്കിയിട്ടില്ല. കപ്പലുകൾ ഏറ്റവും കുറഞ്ഞത് 30 കപ്പലെങ്കിലും ലോകം മുഴുവൻ ഓടുന്നുണ്ട്. ഏറ്റവും ഒടുവിലാണ് 42,000 ടൺ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഡെൻമാർക്കിൽ നിന്ന് ജർമ്മനിയിലെ ബ്രമർഹെവനിലേക്ക് ലോറ മോസ്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നമ്മുടെ വായിലൂടെയെങ്കിലും കപ്പലുകൾ ഓടിക്കാം.